ജേക്കബ് തോമസ് ഏതായാലും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അല്പം മുമ്പ് അദ്ദേഹം സംസാരിച്ചതുപ്രകാരം നേരിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എങ്കിലും എന്നും പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം നിലവിലെ വിഷയങ്ങൾ അദ്ദേഹം നേരിട്ട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും തീരുമാനത്തിൽ മാറ്റമില്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. സജേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, നിലവിൽ കത്ത് നൽകിയ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പ്രതികരിച്ച വലിയ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ജേക്കബ് തോമസ് ഇപ്പോൾ വിജിലൻസ് ആസ്ഥാനത്തെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഒഴിയാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ജേക്കബ് തോമസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസ് തനിക്കെതിരെ വരുന്ന കേസിന്റെ കാര്യത്തിലും മറ്റും മടിച്ചിട്ടിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആളല്ല താൻ എന്ന് പറഞ്ഞിരുന്നു. അക്കാര്യം എടുത്തു ചോദിച്ചപ്പോൾ ഓരോ ദിവസവും പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ പുതിയ സത്യങ്ങളുമാണ്. ഇപ്പോൾ രാജിവെക്കാനുള്ള തീരുമാനത്തിൽ ഡയറക്ടർ സ്ഥാനം ഒഴിയാനുള്ള തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ ജേക്കബ് തോമസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ജേക്കബ് തോമസിന്റെ ഈ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സർക്കാർ അനുമതി നൽകിയേക്കില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ജേക്കബ് തോമസ് സർക്കാരിന് നൽകിയ കത്ത് മുഖ്യമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ലെന്നും സൂചനയുണ്ട്. ഒരു മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറുകയുള്ളൂ. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് കത്ത്. സർക്കാരിന്റെ ഉന്നത വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ജേക്കബ് തോമസിന്റെ ഈ മാറാനുള്ള താല്പര്യം സർക്കാർ അംഗീകരിച്ചേക്കില്ല. കഴിഞ്ഞ ദിവസം KM എബ്രഹാമിനെതിരെയും സമാനമായ തരത്തിലൊരു വിജിലൻസ് അന്വേഷണം വന്നിരുന്നു. ഇപ്പോൾ ജേക്കബ് തോമസിനെതിരെ വന്ന അതേ രീതിയിലായിരുന്നു ഈ അന്വേഷണവും. ആ ഘട്ടത്തിൽ KM എബ്രഹാമും രാജിസന്നദ്ധ സർക്കാരിനെ അറിയിച്ചു. എന്നാൽ തൽക്കാലം രാജി വെക്കേണ്ടതില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും ജേക്കബ് തോമസിന്റെ കാര്യത്തിലും സർക്കാർ എടുക്കുന്ന നിലപാടെന്ന സൂചനകളാണ് വരുന്നത്. ജേക്കബ് തോമസിനെ ഒഴിയാൻ അനുവദിക്കുന്നതിന് സാധ്യതയില്ല. സൗമ്യ, പക്ഷേ സജേഷ്, അവിടെ ഒരു സുപ്രധാനമായ വിഷയമുള്ളത് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യത എന്ന് തന്നെ കാണുമ്പോഴും ഇതേ വിഷയം തന്നെ ജേക്കബ് തോമസിനെ ചർച്ചയിൽ പല ഘട്ടത്തിലും അറിയിച്ചിട്ടുമുണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ജേക്കബ് തോമസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അതെങ്ങനെയാകും? സൗമ്യ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് നിർണായകം. മുഖ്യമന്ത്രി നിലവിൽ വിജിലൻസിന്റെ പോക്കിൽ തൃപ്തനുമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നിയമസഭയിൽ വെച്ച് പോലും പ്രതിപക്ഷത്തിന് നൽകിയ മറുപടിയിൽ വിജിലൻസ് ഇപ്പോൾ കൂട്ടിലടച്ച തത്തയല്ലെന്ന മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ജേക്കബ് തോമസിന്റെ കത്ത് ലഭിച്ചിട്ടുള്ളത്. ആഭ്യന്തര സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് ചീഫ് സെക്രട്ടറിക്കാണ് കൈമാറിയത്. രാത്രി വൈകി ലഭിച്ച കത്ത് മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെയും കൈമാറിയിട്ടില്ല. ഒരു മണിക്കൂറിനകം അത് കൈമാറുമെന്നാണ് ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായത്. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. അതേസമയം ഈ അനുവദിക്കരുതെന്ന റഫറിംഗ് ലെറ്ററോട് കൂടി ചീഫ് സെക്രട്ടറി ഒരുപക്ഷെ കത്ത് സർക്കാരിന് കൈമാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സൗമ്യ, അവിടെ ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാകും തുടർന്നുള്ള നീക്കങ്ങൾ? ഇനി എപ്പോഴേക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക? ഒരുപക്ഷെ രാവിലെ നളിനി നെറ്റോയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ അന്തിമമായ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജേഷ്, സൗമ്യ, ആഭ്യന്തര സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജേക്കബ് തോമസ് നൽകിയ കത്ത് ചർച്ചയായിട്ടില്ല. ഇക്കാര്യത്തിൽ കണ്ണൂർ അക്രമമായിരുന്നു ഇന്ന് നിയമസഭയിലെ അടിയന്തര പ്രമേയം. 9:30 മുഖ്യമന്ത്രിക്ക് മറുപടി നൽകേണ്ടതാണ്. അക്കാര്യത്തിൽ 7:45 അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കിട്ടുക. അതുകൊണ്ട് 10-15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. കണ്ണൂരിലെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകേണ്ടത് ആഭ്യന്തര സെക്രട്ടറി എന്ന നിലയിൽ നളിനി നെറ്റോയാണ്. അക്കാര്യം മാത്രമേ മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടെന്നാൽ ഈ ജേക്കബ് തോമസ് നൽകിയ അവധി അപേക്ഷ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ ഘട്ടത്തിൽ എത്തിയിട്ടുമില്ല. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് ഇപ്പോഴും ആ അപേക്ഷ ഉള്ളത്. ഒരു മണിക്കൂറിനകം മാത്രമേ മുഖ്യമന്ത്രിക്ക് ആ ജേക്കബ് തോമസിന്റെ കത്ത് ലഭിക്കാനും ഇടയുള്ളൂ. ആ ഘട്ടത്തിൽ നളിനി നെറ്റോയുമായുള്ള ചർച്ചയിൽ ഈ ജേക്കബ് തോമസിന്റെ കാര്യം പരാമർശിക്കപ്പെട്ടിട്ടില്ല. അക്കാര്യത്തിലൊരു തീരുമാനം ഇന്ന് വൈകിട്ടത്തോടു കൂടി ഉണ്ടാകും. ഇതിന് ജേക്കബ് തോമസിന് ഒരു അനുമതി, ഇക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ഒരു അനുമതി സർക്കാർ നൽകിയേക്കില്ലെന്ന സൂചനയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നത്. സജേഷിലേക്ക് തിരികെ വരാം. ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഒരുപക്ഷെ
പ്രഥമ ദൃഷ്ട്യാ തന്നെ പരിശോധിച്ചാൽ ഇതിലെ പിന്നിലെ ഒരു ഗൂഢാലോചനയൊക്കെ തന്നെയും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് നിലവിലെ വിജിലൻസിന്റെ നടപടികളിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തൃപ്തരാണ്. മറുഭാഗത്ത് ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അല്പം മുമ്പ് പോലും ജേക്കബ് തോമസ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മുഖ്യമന്ത്രി 100% സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് വിജിലൻസ് ഡയറക്ടറായിട്ട് ജേക്കബ് തോമസിനെ നിയോഗിച്ചത്. അദ്ദേഹം ആർക്കും വഴങ്ങുന്ന ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം കൈക്കൂലി മേടിക്കുന്നയാളല്ല, അദ്ദേഹത്തിന് യാതൊരു പ്രലോഭനങ്ങളോടും വഴങ്ങുന്ന സ്വഭാവമില്ല. ഈ കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞാൽ ഒരു പക്ഷേ അനുസരിക്കുന്ന പ്രകൃതക്കാരനല്ല ജേക്കബ് തോമസ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്ത് ജേക്കബ് തോമസിനെ നിയോഗിച്ചത്. പക്ഷെ ജേക്കബ് തോമസിനോട് അസ്വാരസ്യമുള്ളത് ഒത്തിരിയും കക്ഷികൾക്കുണ്ട്. അതിൽ പ്രധാനം പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് ജേക്കബ് തോമസ് അവിടെ ഇരിക്കുന്നതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. മുൻ ഗവൺമെന്റിന്റെ കാലത്താണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചതും അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് മാറ്റിയതും എന്നോർക്കണം. പക്ഷെ ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാക്കി ജേക്കബ് തോമസിനെ മാറാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആഹ്ലാദിക്കുന്നത് ഇത്തരം ശക്തികൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നിലവിൽ ആ റിപ്പോർട്ട് സജീവമായി തന്നെയുണ്ട്, അല്ലെങ്കിൽ അതാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോൾ ജേക്കബ് തോമസ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരുപക്ഷെ ഇന്നലത്തെ സത്യത്തിന് സത്യമാകില്ല ഇന്നത്തെ സത്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അങ്ങോട്ടും ഇത്തരത്തിൽ വേട്ടയാടൽ ഉണ്ടാകാം എന്ന ഒരു നിഗമനം കൂടി അദ്ദേഹത്തിനുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്ന് ജേക്കബ് തോമസ് തീരുമാനിക്കുന്നത്? ജേക്കബ് തോമസിനെതിരെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തുറമുഖ ഡയറക്ടർ ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളുടെ അദ്ദേഹം നേതൃത്വം എടുത്ത് ചെയ്ത കാര്യങ്ങളുടെ പേരിലാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ പൊടിതട്ടിയെടുക്കുകയായിരുന്നു. അത് ധനകാര്യ വകുപ്പിൽ നിന്നാണ്. അതാകട്ടെ ഡോക്ടർ കെ എം എബ്രഹാമിനെതിരെ നടക്കുന്ന അന്വേഷണം അതുമായിട്ട് ബന്ധപ്പെട്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തില് ഡോക്ടർ കെ എം എബ്രഹാം അദ്ദേഹവും ജേക്കബ് തോമസും ഒരു കളങ്കവും ഇല്ലാത്ത ആൾക്കാരാണ്, രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്. കെ എം എബ്രഹാമിന്റെ രക്തത്തിന് വേണ്ടിയും ദാഹിക്കുന്ന ധാരാളം ശക്തികൾ കേരളത്തിലുണ്ട്. അതേപോലെ ജേക്കബ് തോമസിന്റെയും. പക്ഷെ ജേക്കബ് തോമസ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് കുറെ കൂടി പക്വതയോടെ കാര്യങ്ങൾ നോക്കി കാണേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക തരത്തിൽ ഗവൺമെന്റിന്റെ അനുമതി എടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ജേക്കബ് തോമസും വേണ്ടത്ര അവസാനതയിലല്ല ചില കാര്യങ്ങളിൽ ഇടപെട്ടത് എന്ന കാര്യവും ഈ തരണത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ മുഖ്യമന്ത്രിക്ക് മറിച്ചൊരു തീരുമാനമില്ല. കാരണം സ്വാഭാവികമായും എല്ലാവർക്കും അറിയാവുന്നതുപോലെ മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിൽ സ്വതന്ത്രമായി ഇടപെടാൻ പോലും മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. മറുഭാഗത്ത് ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിലും കേസുകളുടെ സതുദ്ദേശം മറ്റു കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു വിജയപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തുടർന്നേ മതിയാകൂ എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ, UDF-ന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നതിലൂടെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ജേക്കബ് തോമസിനെ ഒന്നുകൂടി ശക്തിവാനാക്കുകയല്ലേ ചെയ്യുക? അതെ, ജേക്കബ് തോമസിനെ ആർക്കാണ് പേടി എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ജേക്കബ് തോമസിനെ ആർക്കാണ് പേടി, ജേക്കബ് തോമസിനെ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള രണ്ട് വലിയ ചോദ്യങ്ങൾ അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരള സമൂഹത്തിന്റെ മുമ്പിലുള്ള ചോദ്യം. അതിന്റെ ഉത്തരം തേടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ഈ രംഗത്ത് ജേക്കബ് തോമസിനെ പേടിക്കുന്നത് ആര്, ജേക്കബ് തോമസിനെ ആൾക്കാർ പേടിക്കുന്നതിന് ആരൊക്കെയാണ് പേടിക്കുന്നത് എന്ന് ഉത്തരം. ഒരുപക്ഷെ അതായിരിക്കുമോ? നമുക്കറിയാം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജേക്കബ് തോമസിന് നേരിടേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് അടുത്ത സർക്കാർ വന്നപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് അന്ന് വിജിലൻസ് കൈകാര്യം ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട, അതായത് പിന്നീട് വിജിലൻസ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട UDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നത് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇനിയും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വരാനുണ്ട്. മാണിയും ബാബു ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ തുറുപ്പുചീട്ടുകൾ ജേക്കബ് തോമസിന്റെ കയ്യിലുണ്ട് എന്ന ഒരു നിശ്ചയദാർഢ്യം ഒരുപക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ജേക്കബ് തോമസിനെ എതിർത്തിരുന്ന ഉമ്മൻചാണ്ടിക്ക് തന്നെ അങ്ങനെ ഒരു വിചാരമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം.
അതെ 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 ജേക്കബ് തോമസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റ് നിലവിൽ വന്നിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. അതോടൊപ്പം ജേക്കബ് തോമസിന്റെ കാലാവധിക്കും അത്രമാത്രം പഴക്കമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് തന്നെയാണ് അദ്ദേഹം വലിയ വലിയ അന്വേഷണങ്ങളിലേക്ക് കയറിപ്പറ്റിയത്. ആ അന്വേഷണം ഒരു തുടക്കം മാത്രമാണ്. മൊത്തത്തിലുള്ള മഞ്ഞുമലയുടെ ഒരു നേരിയ കഷ്ണത്തിലേക്ക് മാത്രമേ അദ്ദേഹം കടന്നു ചെന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങും. അതിൽ പരിഭ്രാന്തിയുള്ള ഒരു വലിയ ചേരി കേരളത്തിലുണ്ട്. രാഷ്ട്രീയ ചേരി, ഉദ്യോഗസ്ഥ ചേരി, എല്ലാവരും ഇവിടെയുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, ശ്രീ ജേക്കബ് ജോർജ് വളരെ നന്ദി ഏതായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴും ജേക്കബ് തോമസിനെ തിരികെ കൊണ്ടുവരാനുള്ള, അതായത് രാജിവെക്കണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെ സർക്കാർ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. സജേഷ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി. സജേഷ്, ഒരുപക്ഷെ ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടതിനും അതിന് പിന്നിലെ മറ്റു വിഷയങ്ങളും ഒരുപക്ഷെ ജേക്കബ് തോമസിന്റെ വാക്കുകളിലേക്ക് തന്നെ പോയ ശേഷം തിരികെ എത്താം. വളരെ വേഗം എത്താം ജേക്കബ് തോമസിന്റെ വാക്കുകളിലേക്ക്. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആർക്കും എന്നെ തടുക്കാനായി സാധിക്കില്ല, ഒരു വാർത്തയ്ക്ക് എന്നെ തടുക്കാനായി സാധിക്കില്ല സാറ് പറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷമാണ് സാർ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നതാണോ ഇപ്പോൾ സാറിന് ഈ താങ്ക് യു. ഇതായിരുന്നു ജേക്കബ് തോമസിന്റെ വാക്കുകൾ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നതിനൊരു മൂളൽ മാത്രമായിരുന്നു മറുപടി. ഒപ്പം തന്നെ എല്ലാ ദിവസവും പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണല്ലോ, ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമാകില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജേക്കബ് തോമസ് പറഞ്ഞത്. ഞങ്ങളുടെ റിപ്പോർട്ടർ സജേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജേഷ്, ഒരുപക്ഷെ പല കാര്യങ്ങളും പറയാതെ പറയുക കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കാനിരിക്കുന്നു. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി. സജേഷ്. സജേഷിലേക്ക് എത്താം. ഏതായാലും ഇന്ന് ജേക്കബ് തോമസിന്റെ കത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രിയാണ് ഇന്ന് തീരുമാനം എടുക്കുക. ഏതായാലും ജേക്കബ് തോമസിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയ ശേഷം തിരികെ എത്താം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആർക്കും എന്നെ തടുക്കാനായി സാധിക്കില്ല, ഒരു വാർത്തയ്ക്ക് എന്നെ തടുക്കാനായി സാധിക്കില്ല സാറ് പറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷമാണ് സാർ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നതാണോ ഇപ്പോൾ സാറിന് ഈ താങ്ക് യു. സജേഷ്, ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സജേഷ്, ഒരുപക്ഷെ ആവർത്തിച്ചുള്ള പല ചോദ്യങ്ങൾക്കും മറുപടി അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ ആ 2 വാചകങ്ങളിൽ പറയേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജേക്കബ് തോമസ് മറുപടി നൽകിയതും. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നൽകാൻ കഴിയുന്നവരുമായി? ഇക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന തീരുമാനത്തിൽ ജേക്കബ് തോമസ് ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഈ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. അത്തരം ഒരു തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടാകില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയാണ് എടുക്കേണ്ടത്. മുഖ്യമന്ത്രി ജേക്കബ് തോമസിന്റെ കത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് ഇപ്പോൾ ആ കത്തുള്ളത്. സർക്കാരിലെ ഉന്നത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് KM എബ്രഹാമിന്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച അതേ സമീപനം ഇക്കാര്യത്തിലും വരും. ജേക്കബ് തോമസിന്റെ ഈ തുറമുഖ വകുപ്പിൽ സോളാർ പാനൽ ആയി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിജിലൻസ് വകുപ്പ് തല അന്വേഷണം പുതിയ കാര്യമല്ല. 5-6 മാസം മുമ്പ് സംഭവിച്ചതാണ്. അക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം ജേക്കബ് തോമസ് നൽകിയിട്ടുമുണ്ട്. പുതിയ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കാമെന്ന് സർക്കാരിനെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടി അംഗീകരിക്കേണ്ടതില്ല. ജേക്കബ് തോമസ് തുടരട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. സൗമ്യ. സജേഷിലേക്ക് എത്താം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതും ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അതിന്റെ നിയമ പ്രാബല്യം ഒക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും അത്രത്തോളം പ്രസക്തി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിലും ഇങ്ങനൊരു വിവാദം വന്ന പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു കത്ത് നൽകുന്നു. തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് വിജിലൻസ് ഡയറക്ടർ തന്റെ നിലപാട് ആവർത്തിക്കുന്നത്. തനിക്ക് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്.
ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഉള്ള ഒരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാമല്ലോ, വിജിലൻസ് ജഡ്ജിയായിരുന്ന PK ഹനീഫയെ ആ സ്ഥാനത്ത് നീക്കിയത് PC ജോർജിന്റെ അന്തസ്സില്ലാത്ത ആക്ഷേപത്തെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹം ആ കേസുകളിൽ നിന്നൊക്കെ പിൻവാങ്ങിയത്. ഇവിടെയും ജേക്കബ് തോമസ് ഇപ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കേരള സർക്കാരിന്റെ ഏറ്റവും സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ ജനപ്രീതി അദ്ദേഹം നേടിക്കഴിഞ്ഞു. ജേക്കബ് തോമസ് അവിടെ ഉണ്ടെങ്കിൽ അഴിമതിക്കെതിരെ ഫലപ്രദമായ നടപടി ഉണ്ടാകും എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തെയെല്ലാം സമ്പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ജേക്കബ് തോമസ് നൽകിയിരിക്കുന്ന രാജിക്കത്ത് അത് മുഖ്യമന്ത്രി നിരാകരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി അത് നിരാകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഒരുപക്ഷെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെ ഉണ്ടാകാൻ തന്നെയുള്ള സാധ്യതകളാണ്, റിപ്പോർട്ടുകളാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിന്റെ നിയമ സാധ്യതയൊക്കെയാണ് അതിന്റെ വലിയ വിഷയം. കാരണം അത് അത്രത്തോളം നിലനിൽക്കില്ല എന്നതൊക്കെ തന്നെയും വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാദങ്ങൾ, പ്രത്യേകിച്ച് UDF ക്യാമ്പിൽ നിന്നും വീണ്ടും ഈ വാർത്ത കുത്തിപ്പൊക്കിക്കൊണ്ട് ഉള്ള ഈ ഒരു വിഷയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിന്നത്, അത് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടുക? പ്രത്യേകിച്ച് ജേക്കബ് തോമസിനെ പോലെയുള്ളൊരു വളരെ പ്രഗത്ഭനായ ഒരു വിജിലൻസ് ഡയറക്ടറുടെ കൈകളിലൂടെ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഭാവി? അല്ല, ജേക്കബ് തോമസ് സാധാരണഗതിയിൽ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥനാണ്. എല്ലാവർക്കും ഉത്തരവാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പദവിയിലും ദീർഘകാലം തുടരാൻ കഴിയാതെ പോകുന്നത്. അദ്ദേഹം യൂണിഫോം ഇട്ട് ജോലി ചെയ്തിട്ടുള്ള കാലം പോലും വളരെ കുറവാണ്. ജേക്കബ് തോമസ് ഇപ്പോൾ ഒരു പദവിയിൽ LDF സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയോടെ അതിസമർത്ഥമായി ആ ജോലി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി UDFന് പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകും. ഇന്നലെ K ബാബുവിന്റെ ചോദ്യം ചെയ്യൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത മുതലെടുത്തുകൊണ്ട് ഒരു ചെറിയ ആക്ഷേപം നടത്തി അദ്ദേഹം പിന്മാറും. അദ്ദേഹത്തെ പിന്മാറ്റാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് UDF കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ഒഴിവാക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ അല്ല ജേക്കബ് തോമസ്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായി അദ്ദേഹം തുടരേണ്ടത് അഴിമതിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ LDFന്റെ പോരാട്ടത്തിന് അനിവാര്യമായ ഒന്നാണ്. ഒരുപക്ഷെ ഇതൊരു സൂചന കൂടിയല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അതായത് വരും ദിവസങ്ങളിലും ഇത്തരം വിഷയങ്ങളെ UDF അല്ലെങ്കിൽ മറ്റൊരു എതിർ ക്യാമ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാകും എന്നൊരു സൂചന കൂടിയല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ഒരുപക്ഷെ മന്ത്രിമാരൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഈ വിധത്തിൽ ഒരു മുൾമുനയിൽ നിർത്തപ്പെടുക. ഇത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലും വലിയ തരത്തിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള അധികാര ദുർവിനിയോഗം ഒക്കെ നടത്തിയിട്ടുള്ളവരാണ് ഈ വിധത്തിൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ജേക്കബ് തോമസിനെ പോലെ ഒരു വ്യക്തി ഈ വിധത്തിൽ പണ്ടെങ്കോ ഉണ്ടായ ഒരു റിപ്പോർട്ടിന്റെ ഒരു നിയമ പ്രാബല്യം ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ ക്രൂശിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇതൊരു സൂചന കൂടിയല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് ഈ രീതിയിൽ നമുക്ക് മറ്റു രീതിയിൽ വഴങ്ങാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥനെ, അത് ജഡ്ജി ആയാലും ഉദ്യോഗസ്ഥനായാലും ആരായാലും, അവരെ ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണല്ലോ. അത്തരം ആളുകൾക്ക് എപ്പോഴും അവരുടെ സൽകീർത്തിയെക്കുറിച്ച്, അവരുടെ സത്യസന്ധതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ അവർക്ക് പൊറുക്കാൻ കഴിയില്ല. ആ സെൻസിറ്റിവിറ്റി മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കുന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ആവർത്തിക്കപ്പെടും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള ഒരു പിൻബലവും പിന്തുണയും നമ്മൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നൽകേണ്ടിയിരിക്കുന്നു. അത് ജേക്കബ് തോമസിന് ഇന്നത്തെ സാഹചര്യത്തിൽ ലഭിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റുള്ള ഈ വിധത്തിൽ അധികാരമുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടിയുള്ള ഒരു മാതൃകാപരമായ ഒരു നിലപാടോ ഒക്കെ ആയിത്തീരില്ലേ ഈ ഒരു വിഷയം? കാരണം നമുക്കറിയാം, താഴേക്കിടയിലേക്ക് പോലും ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വിധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കള്ളക്കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിരവധിയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ജേക്കബ് തോമസിന്റെ ഈ ഒരു വിഷയം ആ വിധത്തിൽ കൂടി രാഷ്ട്രീയമായല്ല, മറിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വിഷയം അങ്ങനെ കൂടി ആയിരിക്കില്ലേ കൈകാര്യം ചെയ്യപ്പെടുക? അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ മറക്കുന്നത് ശരിയല്ല. ചില IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ജേക്കബ് തോമസ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ജേക്കബ് തോമസ് IPS ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ആ IPS ഉദ്യോഗസ്ഥനെതിരെ IAS ഉദ്യോഗസ്ഥ വൃന്ദം സംയുക്തമായി നീങ്ങുന്നു എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു IAS IPS തർക്കം കൂടി ഉണ്ട്. ഒരു വാശിയേറിയ ഒരു മത്സരം കൂടി അവിടെ ഉണ്ട്.
ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. കാരണം അത് ആ പ്രശ്നം വളരാൻ അനുവദിച്ചാൽ അത് വലിയ പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. അവിടെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടി ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തടയുന്നതിന്, സമ്മർദ്ദങ്ങൾക്ക് വിധേയനാകാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന്, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് അന്തരീക്ഷം ഒരുക്കുന്നതിന് ഉള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുണ്ട്. വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോളി അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും ജേക്കബ് തോമസ് നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശ്രീ പി എം മനോജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ പി എം മനോജ്, ഈ വിഷയത്തെ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയമായ പശ്ചാത്തലം കൂടിയാണ്. പ്രത്യേകിച്ച് IPS ആയാലും IAS ഉദ്യോഗസ്ഥരായാലും ഒക്കെ തന്നെയും ഇത്തരം ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകളുടെ ഒക്കെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഈ വിധത്തിലൊക്കെ എത്തി നിൽക്കുക എന്നത് സ്വാഭാവികമാണ് നമ്മളുടെ നിലവിലെ ഒരു ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിനുള്ളൊരു രാഷ്ട്രീയ മാനം എന്താണ്? ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജേക്കബ് തോമസിനെ പോലെയുള്ള നിഷ്പക്ഷമായി നീതിനിഷ്ഠമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും പോലീസിംഗിന്റെ തലപ്പത്ത് വരരുത് എന്ന നിർബന്ധം കഴിഞ്ഞ UDF ഗവൺമെന്റിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക, പോലീസ് വേഷത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന വാർത്തകൾ. അത് മാറ്റിക്കൊണ്ടാണ് LDF അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടറുടെ ചുമതല ലഭിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ആ ചുമതല നിർവഹിക്കുകയും അഴിമതിക്കാരുടെ പിടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് 7 മന്ത്രിമാർക്കെതിരെ വിജിലൻസ് കേസുണ്ടായിരുന്നു. നിരവധി മന്ത്രിമാർ അഴിമതി കേസുകളിൽ സംശയത്തിന് നിഴലിലായിരുന്നു. കേസുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. അദ്ദേഹം ശക്തമായ നടപടികൾ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി UDF നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ഉദ്യോഗസ്ഥരെയും ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കാൻ പാടില്ലാത്ത തരത്തിൽ വളരെ മോശമായ ഭാഷയിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ജേക്കബ് തോമസിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താക്കളായ നിരവധി നേതാക്കൾ ചാനലുകളിൽ നിന്നും അതുപോലെ മറ്റു മാധ്യമങ്ങളിലൂടെയും ജേക്കബ് തോമസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ചില ഉദ്യോഗസ്ഥരെ അജ്ഞാനവർത്തികളാക്കി കേസുകൾ അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു. അങ്ങനെ അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചതിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. ചില ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അജ്ഞാനവർത്തികളായി പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതും ശ്രീ ജേക്കബ് തോമസ് കടുത്ത നടപടിയിലേക്ക്, അത്തരം കാര്യങ്ങളിലും കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന ഭീതി, അങ്ങനെ അഴിമതിക്കാരുടെ ഭീതിയാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹത്തെ അവഹേളിക്കാനും അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കാനും ഉള്ള വ്യഗ്രതയായി മാറിയത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സമൂഹത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം അത് നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും പ്രവർത്തിച്ചേ തീരൂ എന്ന സങ്കല്പം, ആ സങ്കല്പമാണ് ഇവിടെ തകരുന്നത്. ഇത് ജനങ്ങളാകെ പ്രതികരിക്കേണ്ട ഒരു വിഷയം കൂടി ആയി മാറുകയാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ശ്രീ പി എം മനോജ്, ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ നിലപാട് പോലും വലിയ രീതിയിൽ ഒരു പക്ഷേ പ്രതിഷേധത്തിനിടയാക്കുന്നതാണ്. നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജേക്കബ് തോമസ് ഇന്നിപ്പോൾ ഈ ആരോപണം, നമുക്കറിയാം പല ഘട്ടത്തിലും മന്ത്രിമാരായാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലായാലും ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ ഈ വിധത്തിലൊരു തീരുമാനം എടുക്കുന്നത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ ജേക്കബ് തോമസ് ഇവിടെ ചെയ്തത് ഇങ്ങനെ ഒരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ, അതും യാതൊരു നിയമപരമായി യാതൊരു പരിഗണനയും ലഭിക്കാത്ത ഒരു റിപ്പോർട്ടിൽ മേൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അദ്ദേഹം ഇങ്ങനെ ഒരു വിവാദങ്ങളിൽ നേരിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൂടിയാണ്. ആ വിധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനെപ്പോലും പരിഹസിച്ചുകൊണ്ട്, അതിനെപ്പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതിനെപ്പോലും സംശയദൃഷ്ടിയോടുകൂടിയാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെ വിലയിരുത്തിയത്. അതായത് തനിയെ പിന്മാറുന്നു, ഈ പിന്മാറ്റത്തിൽ ദുരൂഹതയുണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ചെന്നിത്തല സഭയിൽ ആവർത്തിക്കുന്നത്. വളരെ എവിഡന്റ് ആണ്. UDF നേതൃത്വത്തിനാണ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ജേക്കബ് തോമസിനെ പോലുള്ള ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ജേക്കബ് തോമസ് എന്ന വ്യക്തി അവിടെ ഇരിക്കട്ടെ, അതുപോലെ നീതിനിഷ്ഠമായി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളത്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ UDF നേതൃത്വത്തിന്റെ ആകെ പ്രതികരണത്തിൽ നിന്ന് കാണാം. അത് മാത്രമല്ല, 6 മാസം മുമ്പോ അതിനു മുമ്പോ തുറമുഖ വകുപ്പിൽ അദ്ദേഹം ഇരുന്നപ്പോൾ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് പൊടുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നത് ഏതായാലും ഭരണപക്ഷമല്ലല്ലോ. അതും പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് KM മാണിയായിരുന്നു അന്ന് ധനമന്ത്രി.
KM മാണിക്കെതിരെയായിരുന്നു ബാർക്കോഴ കേസ് വന്നത്. അതുപോലെ UDF നേതൃത്വത്തിലെ രമേശ് ചെന്നിത്തല അടക്കം ഉൾപ്പെടെ ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ശ്രീ ജേക്കബ് തോമസ് അവിടെ ഇരുന്ന് വിജിലൻസിൽ നിയന്ത്രിച്ചാൽ UDF എന്ന മുന്നണി സംവിധാനം തന്നെ അധികകാലം കേരളത്തിൽ നിലനിൽക്കില്ല എന്ന ഉറച്ച ബോധ്യത്തെയാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും വന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള പ്രശ്നം എന്നതിലുപരി ഇത് ജനങ്ങൾ ഏറ്റെടുക്കേണ്ട പ്രശ്നമായി തന്നെ മാറുന്നത്. അതിന്റെ ഒരു പക്ഷെ അവിടെ തന്നെയാണ് ശ്രീ PM മനോജ്. അതായത് ഒരു ഭാഗത്ത് സർക്കാരിന്റെ വലിയ അഴിമതി വിരുദ്ധ നടപടികൾ അല്ലെങ്കിൽ സർക്കാർ ആ വിധത്തിൽ മുന്നോട്ട് വെച്ച് ഇതിനാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്ന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണികൂടിയാണ് ശ്രീ ജേക്കബ് തോമസ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഉദ്യോഗസ്ഥൻ ക്രൂശിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയമായ പകപോക്കലിനായി ഉദ്യോഗസ്ഥ തലത്തിൽ അതിപ്പോൾ IAS ആയാലും IPS ആയാലും ഒക്കെ തന്നെയും അല്ലെങ്കിൽ താഴേക്കുള്ള ആണെങ്കിൽ തന്നെയും ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വിധത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ ഇതിന് പൊതുവായ ഒരു നേരിടൽ മാർഗം കൂടി ഒരുപക്ഷെ കാണേണ്ട ഒരു സാഹചര്യം സൂചിപ്പിക്കപ്പെടുന്നില്ല ഇപ്പോഴത്തെ വിഷയങ്ങൾ. ഒരു സംശയവുമില്ല. UDF ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ വരിഞ്ഞു മുറുക്കി തങ്ങളുടെ അഴിമതിക്കും തങ്ങളുടെ ക്രമക്കേടിനും അധികാര ദുർവിനിയോഗത്തിനും കൂട്ടുനിൽക്കുന്ന അജ്ഞാനവർത്തികളാക്കി മാറ്റുന്ന സമ്പ്രദായമായിരുന്നു തുടർന്നത്. അതിന്റെ ദുരന്തമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അനുഭവിച്ചത്. എന്നാൽ അത് കഴിഞ്ഞും ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തരത്തിലുമുള്ള നീതിനിഷ്ഠമായ നീക്കങ്ങളും പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അവർ കാണിക്കുന്നതിനർത്ഥം അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സംവിധാനമായി വിജിലൻസ് മാറണമെന്ന നിർബന്ധമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഹൈക്കോടതി തന്നെ വിജിലൻസിന്റെ സ്വതന്ത്ര സ്വഭാവത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പൊ വരുന്നത് വിജിലൻസിലെ ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരായിരുന്ന സുകേഷിന് മേൽ ചെലുത്തിയ സമ്മർദ്ദങ്ങളെ കുറിച്ചാണ്. ഈ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ UDF നേതൃത്വത്തെ അഴിമതി സംരക്ഷിക്കാനായിരുന്നു, അഴിമതിക്കാരെ സംരക്ഷിക്കാനായിരുന്നു. അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴും അവർ ഇതുപോലെ നിയമസഭാ വേദിയും അതുപോലെ മറ്റ് മാധ്യമങ്ങളും പൊതുവേദികളും ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഭർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിന് കടുത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ PM മനോജ് അവസരത്തിനോട് പ്രതീക്ഷിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ സർക്കാരിന്റെ മുന്നിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ബാധ്യത ഇല്ല എന്ന് തന്നെ തോന്നുന്നു ജേക്കബ് തോമസിന്റെ കാര്യവുമായി ബന്ധപ്പെടുത്തി. ഒരുപക്ഷെ ജേക്കബ് തോമസ് ആവർത്തിക്കുന്നുണ്ട് തന്റെ നിലപാടിൽ തുടരുന്നു എന്ന്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ സമയത്തുണ്ടാകുന്ന വേർപാട് തീർച്ചയായിട്ടും ഒരു പ്രതിച്ഛായ നഷ്ടത്തിലേക്ക് വഴിതെളിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ ഭീഷണിക്കോ വഴങ്ങാത്ത ആളാണ് എന്ന ഒരു പ്രതിച്ഛായ ഇതിനകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രതിച്ഛായ മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് അറിയാം. 1997 മുതൽക്ക് ഈ ഉദ്യോഗസ്ഥനെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ ഗതിവിഗതികൾ ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും യാതൊരു സ്വാധീനത്തിനും വഴങ്ങുന്ന ആളല്ല എന്നുള്ളൊരു സത്യമാണ്, പരമാർത്ഥമാണ്. ഏത് തസ്തികയിൽ ഇരുന്നാലും, അത് ചലച്ചിത്ര വികസന കോർപ്പറേഷനിലാണെങ്കിലും വനിതാ കമ്മീഷനിലാണെങ്കിലും അതല്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലാണെങ്കിലും അവിടെയുള്ള ജോലികൾ അദ്ദേഹം കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുകയും യാതൊരു തരത്തിലുള്ള അഴിമതിക്കും കൂട്ടുനിൽക്കാതിരിക്കുകയും ഉള്ള അഴിമതി അല്ലെങ്കിൽ മാഫിയയെ തകർക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഫലമായി ഒരുപാട് പേരുടെ വിരോധവും വൈരാഗ്യവും പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ തലപ്പത്ത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. കാരണം അദ്ദേഹം ഏത് രീതിയിൽ ആയിരിക്കും ഈ പ്രശ്നങ്ങളെ സമീപിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തോട് വലിയ എതിർപ്പാണ്. അവർ ഭരണപക്ഷത്തിരുന്നപ്പോഴും അദ്ദേഹത്തോട് വലിയ എതിർപ്പായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ അന്ന് തന്നെ KM മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ജേക്കബ് തോമസിനെ കെട്ടഴിച്ചു വിട്ടു എന്നുള്ളതാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് മാണി ഗ്രൂപ്പുകാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കോൺഗ്രസ് പ്രതിരോധിച്ചില്ല മാണിയെ, അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ പൂച്ചുവിലങ്ങിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റ് പലതരത്തിലുള്ള സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസിന്റെ മേലുണ്ടായത് നമുക്കറിയാം. സുകേശന്റെ റിപ്പോർട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. വിൻസനും പോളിനെ പോലെ സത്യസന്ധൻ എന്ന് പേരുകേട്ട ഉദ്യോഗസ്ഥൻ പോലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൈ വിറക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ കൊടുത്ത നിയമോപദേശത്തിന്റെ പൊള്ളത്തരം നമ്മൾ കണ്ടു. കോടതിയിൽ നിന്ന് UDF-നുണ്ടായ തിരിച്ചടി നമ്മൾ കണ്ടു. കോടതി നടത്തിയ പരാമർശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ശ്രീ PM മനോജ് നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ സർക്കാരിന്റെ പതനത്തിലേക്ക് വഴിതെളിച്ച ഒരു പ്രധാന സംഭവം ഈ വിജിലൻസിന്റെ ഇടപെടലും വിജിലൻസിന്റെ മേൽ സർക്കാരിന്റെ ഇടപെടലുമായിരുന്നു. വിജിലൻസ് പോലൊരു സംവിധാനത്തെ സ്വതന്ത്രമായിട്ടും സുതാര്യമായിട്ടും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് ഏതും നിലയ്ക്കും ഇന്നത്തെ കാലത്ത് അത് സർക്കാരിന് ഒരു കാരണവശാലും അതൊരു ദോഷമാകുകയില്ല എന്നല്ല ഗുണമായിട്ട് മാറുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അഴിമതിയെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായ ഒരു ധാരണയുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള അഴിമതി, ആളുകൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരുമാണ്. അണ്ണാ ഹസാരെ
ജന്തർ മന്ദിറിൽ നിരാഹാരം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത്? അണ്ണാ ഹസാരെ ഒരു വലിയ പുലിയായതുകൊണ്ടല്ല, നേരെ മറിച്ച് അഴിമതിയെക്കുറിച്ചുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായിരുന്നു. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാർ പരാജയപ്പെട്ടത്. പക്ഷെ ആത്യന്തികമായിട്ട് അതിന്റെ ഗുണം കിട്ടിയത് കേന്ദ്രത്തിൽ BJP ആയിരുന്നു എന്നുള്ള വേറെ കാര്യമാണ്. ഇവിടെയും അങ്ങനെ ഒരു വികാരം വളരെ പ്രബലമായ രീതിയിലുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ സോളാർ ഇടപാട്, അതിനുശേഷം ബാർക്കോഴ, അതിനുശേഷം മെത്രാങ്കായൽ അടക്കമുള്ള ഒരുപാട് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള സംഗതികൾ, കോടാനുകോടി രൂപയുടെ തട്ടിപ്പ്, ഈ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങൾ പലപ്പോഴും നിസ്സംഗത പുലർത്തി നമുക്കറിയാം. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മാധ്യമങ്ങൾ പൊതുവെ, പ്രത്യേകിച്ച് സോളാർ വിവാദം ഉണ്ടാകുന്ന വരെയെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ഓശാന പാടുന്ന ഒരു നയമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ നമ്മൾ നിഷ്പക്ഷം എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തത് ഇതുപോലുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിരുന്നു. അപ്പൊ അത് ഒരു അനുഭവ പാഠമായിട്ട് ഈ സർക്കാരിന്റെ മുന്നിൽ നിൽക്കണം. ഇപ്പോൾ ജേക്കബ് തോമസ് ഒരുപക്ഷെ പിരിഞ്ഞു പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചാലും സർക്കാർ അദ്ദേഹത്തെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹം പിരിഞ്ഞു പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഉടനെ തന്നെ പിരിഞ്ഞു പോയിക്കൊള്ളാൻ അനുവാദം കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു സമീപനമല്ല ഈ ഘട്ടത്തിൽ ആവശ്യം. കാരണം ഇതുപോലുള്ള ആദർശശാലികൾ ചിലപ്പോഴൊക്കെ പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ ചാടിക്കുമെന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അവരെ വിട്ടുകളയുന്നതല്ല, അവരെ കൂടെ നിർത്തുന്നതാണ് അതിന്റെ രാഷ്ട്രീയമായ വിവേകം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ശങ്കർ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും നിലവിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആവർത്തിക്കുമ്പോഴും അന്തിമ തീരുമാനം സർക്കാരിൻ്റെതാണ്. വിജിലൻസ് തോമസിനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ ചുരുങ്ങിയ വാക്കുകളിലായിരുന്നു. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന ചോദ്യത്തിന് നിൽക്കുന്നു എന്ന് തന്നെ പറയുമ്പോഴും പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണല്ലോ, ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമാകില്ലല്ലോ എന്ന രണ്ട് സെന്റൻസുകളിലാണ് അദ്ദേഹം തന്റെ മറുപടി ഒതുക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം എത്താം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആർക്കും എന്നെ തടുക്കാനായി സാധിക്കില്ല, ഒരു വാർത്തയ്ക്ക് എന്നെ തടുക്കാനായി സാധിക്കില്ല സാറ് പറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് സാർ ഇങ്ങനെ തീരുമാനം എടുത്തത്. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നതാണോ ഇപ്പൊ സാറിന് ഇതിന് ഈ താങ്കൾ താങ്ക് യു.